എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറിയാണ് തയ്യാറാക്കുന്നത്. കണ്ണൂർ ഭാഗത്ത് കല്യാണ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു തൊടുകറിയാണിത്. സദ്യയിൽ കിട്ടുന്ന നാരങ്ങക്കറി അതേ രുചിയിൽ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം. നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല പഴുത്ത മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോളം തൂക്കം വരുന്നുണ്ട്. നമ്മുടെ കണ്ണൂരുകാരി മാതള നാരങ്ങ, കറി നാരങ്ങ, ഗണപതി നാരങ്ങ എന്നൊക്കെ പറയാറുണ്ട്. ഗണപതി ഹോമത്തിന് എടുക്കുന്ന നാരങ്ങയാണിത്. അതുകൊണ്ട് തന്നെ ഗണപതി നാരങ്ങ എന്നറിയപ്പെടുന്നുണ്ട്. ഇനി ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. കട്ട് ചെയ്ത ശേഷം കഴുകുന്നില്ല. ആദ്യം ഈ ഒരു തണ്ടിന്റെ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ നാരങ്ങയുടെ പുറമെ കാണുന്ന ഈ ഒരു തൊലി കളയേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ കളയുന്നത് കാണാം. എന്നാൽ നമ്മൾ ഈ ഒരു നാരങ്ങ കറിക്ക് നല്ല രുചിയാണ് ഈ ഒരു തൊലി. അപ്പൊ ഇത് തൊലിയോടെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. നാരങ്ങ ഇതാ ഈ ഒരു നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അധികം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാതള നാരങ്ങ കൊണ്ട് കറി ഉണ്ടാക്കുന്നത് നോക്കാം. നാരങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഏകദേശം ഒരു 150 ഗ്രാമോളം വരുന്ന വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം. 2 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പുളി ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരട്ടെ. വാളംപുളി കുതിർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന്റെ മുഴുവൻ സത്വം എടുക്കണം പിഴിഞ്ഞിട്ട്. ഞാനിപ്പോ എടുത്തിട്ടുള്ള ആ ഒരു നാരങ്ങക്ക് 150 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങക്കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പൊ ഈ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളി മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് അടുപ്പിൽ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് പുളി കുതിരാൻ വെച്ചത്. ആ വെള്ളം മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടോട്ടൽ ഞാൻ ഇതിലേക്ക് ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടി പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോവരുത്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇത് തിളച്ച് പുറത്തോട്ടേക്ക് മറിഞ്ഞു പോകൂല. തിളച്ച് കുറുകി എടുക്കേണ്ടെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും. വിറക് കത്തിക്കുന്ന അടുപ്പിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഗ്യാസ് കുറെ ലാഭിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. സദ്യയില് നാരങ്ങക്കറി ഉണ്ടാക്കുന്ന അവര് പറഞ്ഞു തന്ന ഒരു ടിപ്പാണത്. അപ്പൊ നിങ്ങൾ അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കും. ഒട്ടും തന്നെ പുറത്തോട്ടേക്ക് തിളച്ചു മറിയില്ല. അപ്പൊ സദ്യയിൽ വെക്കുന്ന അതേ രീതിയിലുള്ള നാരങ്ങക്കറിയാണിത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. ചില ആൾക്കാർ വെളുത്തുള്ളി ചേർക്കുന്ന കാണാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു കല്യാണ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന നാരങ്ങക്കറിക്ക് വെളുത്തുള്ളി സാധാരണയായിട്ട് ചേർക്കാറില്ല. നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ചേർക്കാറില്ല. ഇത് തിളക്കാൻ വെച്ചിട്ട് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാതള നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവരുത് കേട്ടോ. ഏകദേശം ഒരു 1/4 ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയാൽ ഒരു കയ്പടിക്കും.
മാത്രല്ല നമ്മളിത് നാരങ്ങക്കറി കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കാണാനും ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടുമല്ലോ, അതല്ലേ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നാരങ്ങ എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. നാരങ്ങ ഇട്ട് കൊടുത്ത ശേഷം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു നാരങ്ങക്കറി എന്ന് പറയുന്നത് അല്പം കയ്പും പുളിയും ഒക്കെ ചേർന്നതാണല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് വലിയ ശർക്കര ചീകി എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ കറി നന്നായിട്ട് തന്നെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടിന്റെയും അളവ് കൂടി പോവരുത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. നാരങ്ങ വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നാരങ്ങ ഇതാ കറക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് നാരങ്ങ വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയാൽ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചട്ടിയിൽ നിന്ന് കുറച്ചുകൂടി തണുത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് കുറുകാനുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു നാരങ്ങക്കറി നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. സാധാരണ നമുക്ക് സദ്യന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റും അതേപോലെ തന്നെ ഉണ്ടാകും. നമ്മൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് കടുക് താളിച്ച് ഒഴിക്കുന്നില്ല. സദ്യയിൽ സാധാരണ പാചകക്കാർ ചെയ്യുന്നത് നാരങ്ങക്കറി നന്നായിട്ടൊന്ന് തണുത്ത് വന്ന ശേഷം മാത്രമാണ് കടുക് താളിച്ച് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ ആളുകളും ഈ നാരങ്ങക്കറി തണുത്ത ശേഷമാണ് കടുക് താളിച്ച് ഒഴിക്കുന്നത്. അപ്പൊ ഈ നാരങ്ങക്കറി നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അപ്പോഴത്തേക്കും തണുത്ത് വരുമ്പോഴത്തേക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. തണുക്കുന്നവരെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഈ സമയം കടുക് താളിച്ച് ഒഴിക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇത് തണുത്ത ശേഷം മാത്രമേ കടുക് താളിക്കുന്നുള്ളൂ. നാരങ്ങക്കറി ഇത് നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. തണുത്ത് വന്നപ്പോഴത്തേക്കും നോക്കൂ, നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സദ്യയിലൊക്കെ വിളമ്പുന്ന ഒരു കറി ഉണ്ടല്ലോ, അപ്പൊ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴുകി പോകാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഒരു നാരങ്ങക്കറി വേണ്ടത്. കഷ്ണങ്ങളൊന്നും ഒട്ടും തന്നെ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം. കടുക് താളിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു ചെറിയ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലാണ് നമ്മുടെ ആ ഒരു നാടൻ രീതിയിലുള്ള ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നാരങ്ങക്കറി ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. സദ്യ സ്റ്റൈലിലുള്ള മാതളി നാരങ്ങ കൊണ്ടുള്ള കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ കറിയുടെ രുചിയും. കണ്ണൂർ ഭാഗത്ത് കല്യാണ സദ്യകളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു നാരങ്ങക്കറി. ഈ നാരങ്ങക്കറി സദ്യയിലെ തൊടുകറിയായിട്ടാണ് നമ്മൾ കഴിക്കാറ്. നാരങ്ങക്കറി തയ്യാറാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.